ഓപ്പറേഷൻ തൂഫാൻ വിജയം കാണുന്നതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജൂൺ 26-ന് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ മയക്കുമരുന്ന് വിമുക്ത സംസ്ഥാനമാക്കി മാറ്റണം. അതിനുവേണ്ടി എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഇതിനകത്ത് രാഷ്ട്രീയമില്ല. ഓപ്പറേഷൻ തുഫാൻ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും യോജിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഈ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. 26-ാം തീയതി ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണ്. അന്ന് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ആഭ്യന്തര വകുപ്പ് പുതിയ പരിപാടികൾ ആവിഷ്കരിക്കുകയാണ്. എല്ലാ MLA-മാരും അവരുടെ നിയോജക മണ്ഡലങ്ങളിൽ അന്ന് ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 26-ാം തീയതി വലിയ പരിപാടിയാണ്, ബോധവൽക്കരണ പരിപാടികൾ കൂടി ആരംഭിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, ഇത് വിൽക്കുന്നവർ തുടങ്ങിയിട്ടുള്ള ആളുകളെ നിർബന്ധമായും പോലീസ് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. അങ്ങനെ കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ ദയവായി അത് കച്ചവടം ഉപേക്ഷിക്കണം. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെയാണ് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഭാവി തലമുറയെ തകർക്കാനുള്ളതാണ്. അത് അവസാനിപ്പിക്കണം. അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരേ മനസ്സോടെ മുന്നിട്ടിറങ്ങണം എന്നാണ് എനിക്ക് അഭിപ്രായം. പല ആളുകളും ഇപ്പോൾ ഇത് ഉപേക്ഷിച്ച് വരുന്നുണ്ട്. ധാരാളം ആളുകൾ ഇത് ഉപേക്ഷിച്ച് വരുന്നുണ്ട്. അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്തില്ല, ശരിയല്ല. നമ്മുടെ ഈ ബോധവൽക്കരണ പ്രക്രിയയിലൂടെ തന്നെ ധാരാളം ആളുകൾ അത് ഉപേക്ഷിക്കുകയും നമ്മുടെ ഈ ക്യാമ്പയിനിൽ പങ്കാളികളാവുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരും സഹോദരിമാരുമാണ് ഏറ്റവും വിഷമിക്കുന്നത്. മക്കളെ സ്കൂളിലും കോളേജിലും അയച്ചിട്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ്. അപ്പം നമുക്ക് ഭാവി തലമുറയെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതാണ് എനിക്ക് പറയാൻ. Josco Jewelers, Main Road, Chavakad.